ഗുഡ് മോർണിംഗ് മക്കളെ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താലോ? ഇത് ഇത്രയും ക്വസ്റ്റ്യൻ കണ്ടിട്ടൊന്നും പേടിക്കണ്ട. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തില്ലേ, അതേ ക്വസ്റ്റ്യൻ അതേ മോഡൽ അങ്ങ് ചെയ്തു പോയാൽ മതി. ദ ഡെയിലി വേജസ് ഓഫ് 99 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. ഇവിടെ ഓൾറെഡി എത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 99. If the workers are arranged on the basis of their daily wages, what position does median age fall? First question അതാണ്. സെക്കൻഡ്, വാട്ട് ഈസ് ദ മീഡിയൻ ക്ലാസ്? ഇപ്പൊ ഇവിടെ 3 രീതി ചോദിച്ചിട്ടുണ്ട്. നമ്മളത് ഓരോന്നിനും ആൻസർ എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. ആൻസർ എടുത്തെഴുതണം. ഓക്കെ, ഫൈൻഡ് ദ മീഡിയൻ ഓഫ് വേജസ്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, 500 to 600 8, 600 to 700 13, 700 to 800 20, 800 to 900 25. വർക്കേഴ്സ് ആണ്. 900 to 1000 19, 1000 to 1100 14 ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെ എഴുതും? ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞല്ലോ, ഈ സൈഡിലത്തെ എഴുതുന്നത് ലെസ് ദാൻ 600, ലെസ് ദാൻ 700, ലെസ് ദാൻ 800 തൊട്ട് അങ്ങനെ എഴുതി. ഫസ്റ്റിന്റെ ഏത് എഴുതും? 8. ഇനി അറിയാം, നിങ്ങൾക്ക് അറിയാം. അടുത്ത ലെസ് ദാൻ 700 വരുമ്പോൾ ആരും ഉൾപ്പെടും, രണ്ടുപേരുണ്ട് അല്ലേ? അപ്പൊ എത്ര വരും? 21. അടുത്ത് വരുമ്പോ അതിൻ്റെ 20യുടെ കൂടെ കൂട്ടണം. എത്ര വരും? 21 + 20 41. ഇനി അതിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടണം? 25 കൂടെ. 25 വരുമ്പോഴത്തേക്കും 40 അല്ലേ? 25 5 6 66. 66 + 19 കൂട്ടണം. 85 ആണോ? 85 + 14 കറക്റ്റ് 99 വന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 99 ഉണ്ട്. നമുക്ക് കറക്റ്റ് 99 വന്നു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തൂക്കുന്നില്ല, കാരണം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇഫ് വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡെയിലി വേജസ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഡസ് മീഡിയൻ ഏജ്? അപ്പം നമ്മൾ ആദ്യം മീഡിയൻ ഏജ് ഒന്ന് കണ്ടുപിടിക്കണേ. അപ്പം മീഡിയൻ ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓക്കെ ഞാൻ ഇവിടെ തന്നെ എഴുതാവേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നായിരിക്കും നമ്മുടെ എഴുതേണ്ടത്? ടോട്ടൽ വർക്കേഴ്സ്. നിങ്ങളത് അങ്ങനെ തന്നെ എഴുതണം. ടോട്ടൽ വർക്കേഴ്സ് എത്രയാണ്? 99. മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും? മീഡിയൻ ഏജ് എത്രാമത്തെ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പറഞ്ഞ ഫോർമുല n+1/2. അപ്പൊ എത്ര വരും? 99 + 1/2 = 100/2 = എത്ര വരും? 50. അപ്പൊ മീഡിയൻ എത്രാമത്തെ പൊസിഷനിലാണ്? 50. 15th പൊസിഷനുള്ള ആളുടെ വേജസ് ആണ് മീഡിയനിൽ കിടക്കുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആൻസർ. മീഡിയൻ = 50. ഞാൻ അടുത്തത് ബിയും കൂടെ ഒന്ന് പറയാം. വാട്ട് ഈസ് ദ മീഡിയൻ ക്ലാസ്? അപ്പൊ 50 എവിടെയായിട്ടായിരിക്കും വരുന്നത്? 50 എന്ന പൊസിഷൻ ഇതിന് ഇടയ്ക്കായിരിക്കും വരുന്നത്. ഇവിടെ നോക്കിയേ, 50 എന്ന് പറയുന്നത് 41നും 66നും ഇടയ്ക്കാണ്. അപ്പം ബിയുടെ ആൻസർ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഏതിന്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത്? 800 to 900. 50 ഇവിടെ ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ 800നും 900നും അതിങ്ങനെ സെപ്പറേറ്റ് നിങ്ങൾ എടുത്തെഴുതണം. അത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് എഴുതണം. അതിന് കാണും 1 മാർക്ക്. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഇനി ഞാൻ ഇതങ്ങ് ഇട്ട് കളഞ്ഞേക്കാം. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള മീഡിയൻ കണ്ടുപിടിക്കാൻ പോവാണ്. മീഡിയൻ എത്രയാണ്? ഏജ് 15th പൊസിഷനിലാണ്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ 50 എവിടെ ആയിരിക്കും കിടക്കുന്നത്? ഇവിടെ. 800നും 900നും ഇടയ്ക്ക് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം മീഡിയൻ 50 ഈസ് ബിറ്റ്വീൻ. ഏതിന്റെ ബിറ്റ്വീൻ ആണ് കിടക്കുന്നതെന്ന് പറഞ്ഞത്? 800 to 900. അപ്പൊ നമ്മൾ അത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ എന്താണ്? ഡിഫറൻസ് ഓഫ് വേജ് ബിറ്റ്വീൻ സ്റ്റെപ്പ് ഇപ്പോഴേ പഠിച്ചോ. 900 to 800. അപ്പൊ എന്നാ ചെയ്യണം? 900 - 800 ചെയ്യുക. ആൻസർ എത്രയാണ്? 100. മനസ്സിലായോ? ഓരോ സ്റ്റെപ്പായിട്ട് പോവാം. സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ഇവിടുത്തെ ഡിഫറൻസ് നമ്മൾ 50 ആണ് കണ്ടുപിടിച്ചു. 50 ഏതിന്റെ ഇടയ്ക്കാന്ന് കണ്ടുപിടിച്ചു. അത് ഡിഫറൻസ് ചെയ്തു. ഇനി അവരുടെ നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ഡിഫറൻസ്. അപ്പൊ എന്നാണ്? നമ്പർ ഓഫ് ഇത് എന്ത് കണ്ടുപിടിക്കാൻ ഇത് ചെയ്യുന്നത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. നമ്പർ ഓഫ് വർക്കേഴ്സ് ബിറ്റ്വീൻ ഏതിന്റെ ഇടയ്ക്ക് തന്നെയുള്ള 900ന്റെയും 800ന്റെയും ഇടയ്ക്കുള്ള വർക്കേഴ്സിന്റെ കണ്ടുപിടിക്കാൻ. എത്രയുണ്ട് ഇവിടെ? 966, 841. അപ്പൊ 66 - 41 = 525. എത്രയാണ്? 25 കിട്ടി. അത് വെച്ചിട്ടാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ
ഇതിൽ നിന്ന് ഇത് ഡിവൈഡ് ചെയ്യുക. അപ്പം 100 ഡിവൈഡഡ് ബൈ 25 ഇസ് ഈക്വൽ ടു 4. കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? ഇത്രയും പഠിച്ചില്ലേ? ഓക്കെ. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസും കിട്ടി, 15th പൊസിഷനിലാണെന്നും കിട്ടി. അപ്പം നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ 50 ആണ്. ആണല്ലോ. 50 എന്ന് കിട്ടുന്നത് നമുക്കിവിടെ 41 ആണല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതിൻ്റെ തൊട്ടടുത്തത് എടുക്കണ്ടേ. അത്ര ഏതാണ്? 42. ഏജ് ഓഫ് 42nd വർക്കർ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഇടയ്ക്കായിരിക്കും കിടക്കുന്നത്? 800ൻ്റെയും നമ്മൾ 41ാമത്തെ അല്ല എടുക്കുന്നത്, 42ാമത്തെ എടുക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 800നും പിന്നെ നമ്മുടെ അതിലൂടെ ഇതിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടണം. കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയേ? 4. അതോടെ കൂട്ടുമ്പോൾ എത്ര വരും? 804/2. മനസ്സിലായ മക്കളെ? ഒന്നുമില്ല, സിമ്പിളാ. നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് 41 to 46 ഇടയ്ക്കാണ് 50 കിടക്കുന്നത്. അപ്പം നമ്മൾ എടുക്കേണ്ടത് 42nd ആണ് എടുക്കേണ്ടത്. 42nd എടുക്കുമ്പോഴത്തേക്കും അത് ആരുടെ രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും 42 എന്നുള്ള വയസ്സ് കിടക്കുന്നത്. സോറി, വേജസ്, വയസ്സല്ല. ഇവിടെ വേജ് കിടക്കുന്നത് അത് 800നും നമ്മുടെ കോമൺ ഡിഫറൻസും കൂടെ ആഡ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. ഇതെത്രയായിരിക്കും? 804ഉം 800 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1604. അതിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 16 ആണോ? 0 ഇങ്ങോട്ട് കൊടുത്തു, 4 ഇറക്കി എഴുതി, 2. അപ്പോൾ എത്ര വരും? 802 എന്ന് വരുന്നു. അപ്പോൾ 42nd വർക്കറിൻ്റെ ഏജ് എത്രയാണ്? 802. നമുക്ക് വേണ്ടത് എത്രാമത്തെയാണ്? 50. നമ്മളോട് 50 ആണ് നമ്മുടെ മീഡിയൻ. അപ്പോൾ ഏജ് ഓഫ് 15th വർക്കർ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? നമ്മുടെ 42nd ഏജിൻ്റെ കൂടെ ഇനി നമുക്ക് ഇപ്പോൾ 42 ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെയാണ്? 50 ആണ്. അപ്പം ഇവർ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കിയേ. 42 തൊട്ട് 50 വരെ 43, 44, 45, 46, 47, 48, 49, 50. അപ്പോൾ ഇവർ തമ്മിൽ എത്രേൻ്റെ വ്യത്യാസമുണ്ട്? 8 ഇല്ലേ? 8ൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ? 8, 42 തൊട്ട് 50 വരെ 8ൻ്റെ വ്യത്യാസമുണ്ട് ഇൻറ്റു കോമൺ ഡിഫറൻസ്. മനസ്സിലായല്ലോ? ഇനി 42nd എത്രയാണ് നമുക്ക് കിട്ടിയേ? 802 പ്ലസ് 8 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4, അതായത് 802 പ്ലസ് 32 രണ്ടും കൂടെ ആഡ് ചെയ്തേ 4, 834. അപ്പം സോറി, ഞാൻ ഏജ് എന്നാണ് എഴുതിയല്ലേ? ഇവിടെ ഒന്നും ഏജ് അല്ല, വേജാണ്. വേജ് സോറി കേട്ടോ, മറ്റേൻ്റെ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞു പോയതാ. വേജാണ് കണ്ടുപിടിക്കുന്നത്, ഏജ് അല്ല. അപ്പോൾ എത്ര വരും? നമ്മുടെ 15th വർക്കറിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസും അത് 42nd തൊട്ട് 50 എത്ര വരെയാണെന്നുള്ളതും കൂടെ കൂട്ടുമ്പോഴാണ് 834 എന്ന് കിട്ടുന്നത്. മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ 42nd എടുത്തതെന്ന്? ഇത് 41 തൊട്ട് 60 വരെയുള്ളതാണ്, 66 വരെയാണുള്ളതാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 42nd എടുക്കുന്നത്. 42nd നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 800ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂടെ കൂട്ടും. 800 പ്ലസ് കോമൺ ഡിഫറൻസ് 4 ആൻഡ് 804 അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് 42nd കിട്ടുന്നത്. നമ്മുടെ 50 കണ്ടുപിടിക്കാൻ 42nd കൂടെ 42nd തൊട്ട് നമ്മുടെ മീഡിയം ആയ 50 വരെ എത്രയുണ്ട് ഡിഫറൻസ്? 8. അതേ ഇൻറ്റു നമ്മുടെ കോമൺ ഡിഫറൻസ്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. മനസ്സിലായല്ലോ മക്കളെ? ഒന്നുമില്ല കേട്ടോ, ടെൻഷൻ ഒന്നും എടുക്കേണ്ട, എളുപ്പമാണ്. നിങ്ങൾ പക്ഷേ ഇത് ചെയ്ത് നോക്കണം. ഇത് കേട്ടാൽ മാത്രം പോരാ, ചെയ്ത് നോക്കണം. നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, താങ്ക് യു.